ഹലോ ഫ്രണ്ട്സ്, ഞാനിന്നൊരു ഓർഗൻസയുടെ എയർലൈൻ ടോപ്പാണ് തയ്ക്കുന്നത്. ഇത് മേളിൽ കാണിച്ചേക്കുന്നതാണ് തയ്ച്ചതിന് ശേഷമുള്ള ഫൈനൽ ലുക്ക്. ഞാനിവിടെ മെയിൻ ക്ലോത്ത് 2.5 മീറ്ററും ലൈനിങ്ങിൻ്റെ ക്ലോത്ത് 2 മീറ്ററാണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് ലൈനിങ്ങിൽ നമുക്ക് മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്യാം. കഴുത്ത് 3 ഇഞ്ച്, ഷോൾഡർ 3 ഇഞ്ച്, കൈക്കുഴി 6 ഇഞ്ച് മാർക്ക് ചെയ്ത് നമുക്ക് മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്ത് കൊടുക്കാം. പിന്നീട് ചെസ്റ്റിൻ്റെ അളവ് പ്ലസ് 2.5 ഇഞ്ച് സീമിങ് അലവൻസ് കൂടെ ചേർത്ത് ഒരു പോയിൻ്റ് മാർക്ക് ചെയ്യുക. പിന്നീട് ഇതുപോലെ കൈക്കുഴി നമുക്കിതുപോലെ ചെരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ലൈനിങ്ങിൽ മാക്സിമം വീതിയാണ് നമ്മൾ എയർലൈനിലെ വിരിവ് കൊടുക്കുന്നത്. അതിന് വേണ്ടി നമുക്ക് ഈ പിക്ചറിൽ മാർക്ക് ചെയ്തേക്കുന്ന പോലെ നമുക്ക് മെഷർമെൻറ്റ്സ് താഴേക്ക് മാർക്ക് ചെയ്യാം. അതിന് ശേഷം നമുക്കിതിൽ കൂടെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ലൈനിങ് മെയിൻ ക്ലോത്തിൻ്റെ മുകളിൽ വെച്ചിട്ട് നമുക്ക് മെയിൻ ക്ലോത്ത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്ക് സ്ലീവ്സ് നമുക്കിതുപോലെ വെട്ടിയെടുക്കാം. അതിന് വേണ്ടി ഞാൻ ആവശ്യത്തിനുള്ള നീളം, ഇറക്കം 12.5 ഇഞ്ച് ഇറക്കവും കൊടുത്തിട്ട് ഇതുപോലെ നമുക്കിത് ഷേപ്പ് ചെയ്ത് വെട്ടിയെടുക്കാം. നമ്മുടെ കട്ടിങ് ഇവിടെ കഴിഞ്ഞ് നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് പോകാം. ആദ്യം തന്നെ ഫ്രണ്ടിൽ ഞാനൊരു വീനക്കും ബാക്കിൽ ഒരു റൗണ്ട് ഷേപ്പുമാണ്. അതിനുവേണ്ടി നമുക്ക് ഇതുപോലെ സ്റ്റിഫിന് നമുക്കിതുപോലെ കട്ട് ചെയ്ത് തയ്ച്ച് കൊടുക്കാം. തയ്ച്ചിട്ടിട്ട് ഇതുപോലെ മറിച്ച് കൊടുക്കാം. അതിനുശേഷം ഷോൾഡറും യോജിപ്പിച്ചു. ഇനി നമുക്ക് കൈയും യോജിപ്പിച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതുപോലെ മുട്ടുസൂചി വെച്ചിട്ട് നമുക്കിതുപോലെ സൈഡെല്ലാം പിൻ ചെയ്ത് കൊടുത്ത് നമ്മുടെ മെഷർമെൻറ്റ്സ് എല്ലാം മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് തയ്ച്ച് കൊടുക്കാം. 2 സൈഡും തയ്ച്ച് കൊടുക്കാം. അതിനുശേഷം അടിയും നമുക്കൊന്ന് തയ്ച്ചു കൊടുക്കാം. ഇത്രയേ ഉള്ളൂ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും. ഇത് വളരെ എളുപ്പമാണ്. എല്ലാവർക്കും ഇത് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക്, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്.